2025 ഡിസംബർ 23 സിറാജ് എഡിറ്റോറിയൽ. വെനസ്വേലയിലെ സാമ്രാജ്യത്വ താൽപര്യങ്ങൾ. വെനസ്വേലയിൽ നിന്ന് പുറപ്പെട്ട മറ്റൊരു കപ്പൽ കൂടി അമേരിക്ക പിടിച്ചെടുത്തു. ക്രൂഡ് ഓയിൽ കയറ്റിപ്പോകുകയായിരുന്ന സെഞ്ചുറീസ് എന്ന എണ്ണക്കപ്പലാണ് അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ വെച്ച് US കോസ്റ്റ് ഗാർഡും സൈന്യവും ചേർന്ന് പിടിച്ചെടുത്തത്. ഒരു മാസത്തിനിടെ കപ്പലുകൾക്ക് നേരെയുള്ള അമേരിക്കയുടെ രണ്ടാമത് ആക്രമണമാണിത്. വെനസ്വേലയിലേക്കോ അവിടെ നിന്ന് പുറത്തേക്കോ ഒരു എണ്ണക്കപ്പലിനെയും പോകാൻ അനുവദിക്കില്ലെന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം. വെനസ്വേലയിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്ന 6 കപ്പൽ കമ്പനികളെയും കപ്പലുകളെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. വെനസ്വേലക്കെതിരായ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കരീബിയൻ കടലിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിരിക്കുകയുമാണ്. 1 ഡസൻ US യുദ്ധക്കപ്പലുകളും 15,000 സേനാംഗങ്ങളെയുമാണ് അടുത്തിടെ വിന്യസിച്ചത്. പനാമ അധിനിവേശത്തിനു ശേഷം മേഖലയിൽ അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ സൈനിക വിന്യാസമാണിത്. ക്രൂഡ് ഓയിൽ വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം നിക്കോളാസ് മദുറോ ഭരണകൂടം ഭീകരപ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുന്നു. വെനസ്വേലൻ ഭരണകൂടത്തിലെ ഉന്നതർക്ക് അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ട്. രാജ്യത്ത് ജനാധിപത്യം തകർക്കപ്പെട്ടു. 2018 തിരഞ്ഞെടുപ്പിൽ അട്ടിമറിയിലൂടെയാണ് മദുറോ വീണ്ടും അധികാരത്തിലെത്തിയത് എന്നൊക്കെയാണ് വെനസ്വേലക്കെതിരായ നീക്കത്തിനുള്ള അമേരിക്കൻ ന്യായീകരണം. യഥാർത്ഥത്തിൽ എണ്ണ രാഷ്ട്രീയവും ആഗോള ശാക്തിക സമവാക്യങ്ങളുമാണ് അമേരിക്കയുടെ ഈ നീക്കത്തിനു പിന്നിൽ. വെനസ്വേലയിൽ 1999 ഫ്യൂഗോ ഷാവേസ് അധികാരത്തിൽ വന്നതോടെയാണ് പ്രശ്നത്തിന്റെ തുടക്കം. അമേരിക്കൻ നിയന്ത്രിത മുതലാളിത്ത നയങ്ങളെ തള്ളിക്കളഞ്ഞ ഷാവേസ് സോഷ്യലിസ്റ്റ് നയങ്ങൾ നടപ്പാക്കാൻ തുടങ്ങിയത് അമേരിക്കയ്ക്ക് തീരെ ദഹിച്ചില്ല. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള വെനസ്വേല എണ്ണ വ്യവസായം പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാക്കിയതും അമേരിക്കൻ കമ്പനികൾക്ക് രാജ്യത്തെ എണ്ണ മേഖലയിലുണ്ടായിരുന്ന സ്വാധീനം അവസാനിപ്പിച്ചതും അമേരിക്കയുടെ വിരോധത്തിന് ആക്കം കൂട്ടി. വെനസ്വേലയിൽ വൻതോതിലുള്ള എണ്ണ നിക്ഷേപം കണ്ടെത്തിയ 1920 മുതൽ 3/4 നൂറ്റാണ്ടോളം അമേരിക്കൻ കമ്പനികൾ അവിടെ സജീവമായിരുന്നു. അക്കാലത്ത് എണ്ണ വരുമാനത്തിന്റെ ഏറിയ പങ്കും അമേരിക്കൻ കമ്പനികളായിരുന്നു കൊണ്ടുപോയിരുന്നത്. എണ്ണ കമ്പനികൾ നേടുന്ന വരുമാനത്തിന്റെ പകുതി വെനസ്വേലക്ക് നൽകണമെന്ന് ഇടക്കാലത്ത് വെനസ്വേലൻ ഭരണകൂടം നിയമം പാസാക്കിയെങ്കിലും കമ്പനികൾ അവിടെ തുടർന്നു. ഷാവേസ് എണ്ണമേഖല പൂർണ്ണമായും സ്വദേശിവൽക്കരിച്ചതോടെയാണ് കമ്പനികൾ നാടുവിടാൻ നിർബന്ധിതരായത്. അമേരിക്കൻ വിരുദ്ധരായ റഷ്യ, ചൈന, ഇറാൻ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളുമായി ഷാവേസ് ഭരണകൂടം അടുത്ത ബന്ധം പുലർത്തിയതും അമേരിക്കയെ ചൊടിപ്പിച്ചു. 2013 ഷാവേസിന്റെ മരണശേഷം അധികാരത്തിലേറിയ നിക്കോളാസ് മദുറോയും US വിരുദ്ധ നിലപാട് തുടർന്നതോടെ അമേരിക്ക അദ്ദേഹത്തെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഗൂഢനീക്കങ്ങളിലാണ്. ഈ ലക്ഷ്യത്തിൽ വെനസ്വേലയിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായ CIA നിയോഗിച്ചതായി ട്രംപ് തന്നെ വെളിപ്പെടുത്തിയതാണ്. മദുറോയെ പുറത്താക്കിയാൽ വെനസ്വേലയിലെ എണ്ണ മേഖലയിൽ വീണ്ടും ആധിപത്യം സ്ഥാപിക്കാനാകുമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. അമേരിക്കൻ എണ്ണക്കമ്പനികളോട് മദുറോയില്ലാത്ത വെനസ്വേലയിലേക്ക് മടങ്ങാൻ താൽപ്പര്യമുണ്ടോ എന്ന് ട്രംപ് ഭരണകൂടം രഹസ്യമായി അന്വേഷണം നടത്തിയതായി വാർത്തയുണ്ടായിരുന്നു. അതേസമയം അമേരിക്കൻ നീക്കങ്ങളെ നേരിടാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് മദുറോ സർക്കാർ. വെനസ്വേലയിലെത്തുന്ന എണ്ണക്കപ്പലുകളെ പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ നീക്കത്തെ നേരിടാൻ നാവിക വ്യോമസേനയെ രംഗത്തിറക്കിയിട്ടുണ്ട് മദുറോ സർക്കാർ. റഷ്യയും ഇറാനും മദുറോ സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയുമുണ്ടായി. എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതിനു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ നിക്കോളാസ് മദുറോയെ വിളിച്ച് പിന്തുണ വാഗ്ദാനം ചെയ്യുകയുണ്ടായി. കപ്പൽ പിടിച്ചെടുത്ത അമേരിക്കൻ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും ക്രിമിനൽ പ്രവർത്തനവുമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാഗ്ചിയും കുറ്റപ്പെടുത്തി. ഭരണരംഗത്ത് പരാജയമാണ് മദുറോ. ഷാവേസ് വെനസ്വേലയെ പുരോഗതിയിലേക്കും സാമ്പത്തിക ഭദ്രതയിലേക്കും നയിച്ചപ്പോൾ മദുറോയുടെ കീഴിൽ രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. മദുറോയുടെ സാമൂഹിക സാമ്പത്തിക നയങ്ങൾ വെനസ്വേലയെ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്നാക്കി മാറ്റിയിരിക്കുകയാണ്. വെനസ്വേലക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധം സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കി. മദുറോ ഭരണകൂടത്തിനെതിരെ ജനവികാരം ശക്തമാണ്. എങ്കിലും ഭരണകൂടത്തെ താഴെയിറക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാജ്യത്തെ ജനങ്ങളാണ്, ബാഹ്യ ശക്തികളല്ല.
ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് കടകവിരുദ്ധവുമാണ്. വെനസ്വേലയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ആശങ്ക പരിഹരിക്കാനെന്ന പേരിൽ അമേരിക്ക നടത്തുന്ന നീക്കങ്ങളെ ഒരു വിധത്തിലും ന്യായീകരിക്കാനാകില്ല. ജനാധിപത്യ സംരക്ഷണമെന്ന അമേരിക്കയുടെ അവകാശവാദം സാമ്രാജ്യത്വ താൽപര്യങ്ങൾ മറച്ചുപിടിക്കാനുള്ള മൂടുപടം മാത്രമാണ്. രാജ്യത്തെ രാഷ്ട്രീയ ശക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിലൂടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിഷ്പക്ഷ ഇടപെടലിലൂടെയുമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്.